സ്നേഹമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 6ാം വാർഡായ കൊടങ്കയിലാണ്, സോങ്കാൾ കൊടങ്കയിലാണ്. ഈ പോകുന്ന വെള്ളം വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. ഏകദേശം 2-3 ലക്ഷം ലിറ്റർ വെള്ളം ഇങ്ങനെ ഒഴുകി പോകണം. ഈ ഒഴുകി പോയാൽ മാത്രമേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അനുഭവപ്പെട്ടിട്ടുള്ള ലീക്കേജിന് ഒരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം മാസങ്ങളോളമായി ഈ ലീക്കേജ്. പക്ഷെ പലപ്പോൾ അവർ പറഞ്ഞുകൊണ്ടായിരുന്നത് അത് ചെറിയ ലീക്കേജാണ്. പക്ഷേ ഞങ്ങൾക്കിത് പൂർണ്ണമായി വർക്ക് എടുക്കണമെങ്കിൽ 3-3.5 ലക്ഷം ലിറ്റർ വെള്ളത്തിനെ കളഞ്ഞിരിക്കണം ഈ പണി നടക്കണമെങ്കിൽ. ഇത് ഹെയർ പോകുന്ന സ്ഥലമാണ്, വെള്ളത്തിൻ്റെ ഹെയർ പോകുന്ന സ്ഥലത്തിലാണ് ലീക്കേജ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഇടപെട്ട് ഈ വർക്ക് നടത്തിയതാണ്, പക്ഷെ അത് സക്സസ് ആയില്ല. വീണ്ടും നടത്തണമെങ്കിൽ പിന്നെ പൂർണ്ണമായി വെള്ളം കളഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും അതിൻ്റെ പ്രവൃത്തി ഇവർ ആരംഭിച്ചിരിക്കുകയാണ്. കൊടങ്ക ഡാമിൽ നിന്നും വാട്ടർ ടാങ്കിലേക്ക് ബേക്കൂറിലുള്ള വെള്ളശേഖരണത്തിലേക്ക് പോകുന്ന പൈപ്പാണ്. 250 mm ഉള്ള 3.5 ലക്ഷം ലിറ്റർ വെള്ളം പൂർണ്ണമായും ഒഴുകിക്കളിക്കാലേ ഈ ഹെയർ ശരിയാക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. 2 ദിവസത്തേക്ക് വെള്ളവിതരണം തടസ്സമുണ്ടാകുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ പരമാവധി വെള്ളം തടസ്സമില്ലാതെ വർക്കെടുക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുണ്ട്. പരമാവധി വാട്ടർ ടാങ്കിൽ വെള്ളം ശേഖരിച്ച് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരന്തരമായി ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറും ഞാനും ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാരും മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. അവരൊക്കെ നിരന്തരമായി ഇടപെട്ടതാണ്. പക്ഷേ അവർ പറഞ്ഞത് ഈ 3.5 ലക്ഷം വെള്ളം ഒഴുകിക്കളയണമെന്ന്. നമുക്കറിയാം, രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഇരിക്കുമ്പോൾ നല്ല ശുദ്ധവെള്ളം എന്തിനാണ് ഒഴുകിക്കളയുന്നതെന്ന്. പക്ഷെ എന്നാൽ ഇപ്പോൾ അതിൻ്റെ ചോർച്ച കൂടിയത് കൊണ്ടാണ് ആ വർക്ക് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളും കരുതലോടുകൂടി ഈ വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്ന മംഗൽപാടി പഞ്ചായത്തിലെ ആളുകൾ കരുതലോടുകൂടി വെള്ളം ചെലവഴിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.